ഉണ്ടായിരുന്നു മാത്സ് എക്സാം. സത്യം പറഞ്ഞ എക്സാം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലെന്ന് വെച്ചാൽ എനിക്ക് കുറേയൊക്കെ തെറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ തന്നെ തുമ്മുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല നല്ല പനി ഇങ്ങനെ കിട്ടി, നല്ലൊരു 8ൻ്റെ പണി കിട്ടി. കാരണം വെച്ചാൽ എനിക്ക് നല്ല ജലദോഷവും പനിയും എല്ലാം കൂടെ പിടിച്ചു. അപ്പം ഇന്നലെ 2 ഡോള കഴിച്ചിട്ട് ഒരു 8 മണിയായപ്പോൾ കയറി കിടന്ന് എഴുന്നേറ്റേക്ക് പൊങ്ങാൻ മേല അത് കണക്കൊയ്യ. പിന്നെ പരീക്ഷയ്ക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ മോഡൽ എക്സാം ആയിട്ടാണ് നമ്മൾ അത്യാവശ്യം ഒരു ഐഡിയ വെച്ച് നമ്മൾ നേരത്തെ പഠിച്ചൊക്കെ വെച്ച് പോയി. പക്ഷെ നമ്മൾ റിവൈസ് ചെയ്യാത്തതിൻ്റെയും കുറേ ക്വസ്റ്റൻസൊക്കെ ചെയ്യാതെ നമ്മൾ ചെയ്ത് പഠിക്കാതെ പോയതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷനൊക്കെ വരുന്നുണ്ടായിരുന്നു ചെയ്യുമ്പോൾ തന്നെ. അതുപോലെ തന്നെ തെറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു 2-3 പക്ഷേ മോഡൽ എക്സാം ആയതുകൊണ്ട് ഞാൻ വലിയൊരു സീരീസ് എടുക്കും. കാരണം എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. കാരണം കറക്റ്റ് ആ സമയം എക്സാമിൻ്റെ സമയമാകുമ്പോൾ കറക്റ്റ് പനിയും എല്ലാം ഒരുമിച്ച് തന്നെ വരും. എങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എക്സാം അങ്ങനെ ഉണ്ടായാലും പറയുക. എനിക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിളായിരുന്നു. ഒന്ന് ജസ്റ്റ് ഒരു ആഞ്ഞ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മേടിക്കാൻ പറ്റുന്നൊരു പേപ്പറായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, മോഡൽ എക്സാം ആയിപ്പോയി. ഇതൊക്കെ പബ്ലിക്ക് കിട്ടിയിട്ട് നമ്മൾ പൊളിച്ചെടുക്കുകയാണ്. പബ്ലിക്ക് മിക്കാറെങ്കിൽ ഇതൊന്ന് ടഫാവും. എനിക്കൊന്ന് ഫിസിക്സും ഇതും എല്ലാം ടഫാവാനാണ് ചാൻസ്. കാരണം അറിയാമല്ലോ, ടഫാക്കുമെന്ന് പറഞ്ഞാൽ ടഫാക്കിയിരിക്കും. അപ്പോൾ എല്ലാവരും എക്സാം കുറച്ച് ടഫാവാനാണ് ചാൻസ്. എനിക്ക് പബ്ലിക്ക് അങ്ങനെ മോഡൽ ഈസി ആയിട്ട് പബ്ലിക്ക് ടഫാവും അതല്ല പറഞ്ഞത്. എന്നാലും ടഫാവാനാണ് എനിക്ക് ചാൻസ്. +1 കിട്ടിയ പണി പോലെ കിട്ടുമെന്നൊരു പേടിയുണ്ട്. അപ്പം എല്ലാവരും ഇത് മോഡൽ എക്സാം ആ ഒരു ഇത് വിട്ടുക. നമ്മളെല്ലാവരും എല്ലാം പഠിച്ചിട്ടൊക്കെ എല്ലാവരും പഠിച്ചിട്ട് പോയി കാണും. നമ്മൾ പിന്നെ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പഠിക്കാൻ എനിക്ക് നേരമായതുകൊണ്ട് കുറച്ചൊക്കെ ഒപ്പിച്ചൊക്കെ എഴുതുമായിരുന്നു. ചിലതൊക്കെ എനിക്ക് ഒത്തിരി അങ്ങ് കിട്ടുന്നില്ല. ഫസ്റ്റ് പാട്ടായിരുന്നു കുറച്ച് പാടായിപ്പോയി തോന്നിയത്. ഫസ്റ്റ് പാട്ട് കുറച്ച് പണിയായിപ്പോയി. അപ്പം എക്സാം എങ്ങനെ ഉണ്ടായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ച് പാടായിരുന്നു. ഞാൻ പഠിക്കാത്തതിന് എനിക്ക് കുറച്ച് അസുഖമൊക്കെ വന്നതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു എനിക്ക്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിളായിരുന്നു. അപ്പം എനിക്ക് സമയവും കിട്ടിയില്ല, അത്യാവശ്യം സമയവും കിട്ടിയില്ല. ഞാൻ പ്രശ്നമാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഞാൻ കുറേ നേരമൊക്കെ ഇരുന്ന് അങ്ങനെ പയ്യെ ചെയ്യാമല്ലോ, സമയമുണ്ടല്ലോ എന്ന് വെച്ച് നോക്കിയപ്പോൾ സമയം പോയി. അപ്പോൾ അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ ഗൈസ്, എനിക്ക് നല്ലപോലെ ഉറക്കം വരും. കാരണം എനിക്ക് നല്ല തീരെ വയ്യായിരുന്നു. ഇപ്പോഴും എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിൽ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിളായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിളായിരുന്നു. പക്ഷേ ഞങ്ങൾ പഠിക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ടായിരുന്നു. പിന്നെ കറക്റ്റായ റിവിഷൻ ചെയ്യണം. അപ്പോൾ എനിക്ക് മനസ്സിലായി റിവിഷൻ ചെയ്യണം എപ്പോഴും നല്ലൊരു. കാരണം നമ്മൾ മാത്സ് എത്ര ചെയ്ത് പഠിച്ചിട്ടാണെങ്കിൽ നമ്മൾ എക്സാമിൻ്റെ തലേദിവസം പഠിക്കുന്ന ഒരു ഇത് കിട്ടത്തില്ല. ഞാനിന്നലെ ഒന്നും പഠിച്ചിട്ടെന്ന് തന്നെ പറയാം. നേരെ അവരെന്നെ കുറച്ച് 2-3 ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ബാക്കിയെല്ലാം അറിയാമല്ലോ എന്ന് വെച്ച് പോയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും. അപ്പം എക്സാം എനിക്ക് കുറച്ച് പണിയായിരുന്നു. അപ്പം വീഡിയോ ഇട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് നാളെ എക്സാം ഇല്ല. CS നാളെ പരീക്ഷയ്ക്കില്ല. കമ്പ്യൂട്ടർ ബയോളജിക്കാർക്കാണ് നാളെ പരീക്ഷ. ഞങ്ങൾക്ക് നാളെ ഇല്ല. എന്നിട്ട് നാളെ ഇംഗ്ലീഷും ഹിന്ദിയാണ്. അതൊന്നും ഞാൻ വേണ്ട നോക്കുന്നില്ല. പിന്നെ കെമിസ്ട്രി കുറച്ച് തീർക്കാനുണ്ടല്ലോ. കെമിസ്ട്രി തീർക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള വീഡിയോ സ്റ്റഡീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ വീഡിയോ കാണണം ചുക്കട്ട്. കാരണം നമ്മൾ ഒന്നെങ്കിൽ കോൺസ്റ്റൻ്റ് തന്നെ നിൽക്കുക. 932 തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കുക. കൊള്ളാം ഗൈസ്, നമ്മളൊന്നും ഇങ്ങനെയൊക്കെ ആണല്ലോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.